ആ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നു. ഞാൻ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാലിലിടിച്ച്. അയാൾ ആ വേദന സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് എന്നെ ഉടുക്കൊക്കെ തീർത്തിട്ട് കവാല കുറ്റിക്ക് 2 അടി. അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. ഒരു കണ്ടക്ടർ പെരുമാറ്റം കണ്ട് അത് ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത്. കാരണം ഒരു കമ്പിയിൽ പിടിക്കുകയും മറ്റേ പെൺകുട്ടിയുടെ ബുക്ക് ഇരിക്കുകയല്ലേ, അവർ കൺസെഷൻ ഇവിടെ വെച്ച് കേട്ടോ. കണ്ടക്ടർ വരുമ്പോൾ അയാൾ എന്നെ എടുത്തിട്ട് പണ്ട് കൂപ്പൺ ഉണ്ടെങ്കിലേ കേട്ടു. വളരെ മനോഹരമായിട്ട് രാഷ്ട്രീയ ജീവിതവും സിനിമാ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. KSRTCയുടെ ഓർമ്മ എക്സ്പ്രസ് നിരത്തിലിറങ്ങി. ആദ്യ യാത്രയിൽ സംവിധായകൻ പ്രിയദർശനും നടനും നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജുവും നന്ദുവും ഹരി പത്തനാപുരവും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം സഞ്ചരിച്ചു. എല്ലാ ബുധനാഴ്ചകളിലും ഓർമ്മ എക്സ്പ്രസ് ഉണ്ടായിരിക്കും. അല്ല, ഞാൻ തക്കാരാണ് താമസം. അപ്പം ബെല്ലടിച്ചിട്ട് പോയാൽ മതി, അത്ര അടുത്തായിരുന്നു മോഡൽ സ്കൂള്. അപ്പോൾ അങ്ങനെ അടുത്ത് കോളേജിലായപ്പോഴും നടന്ന് തന്നെ പോകാനുള്ള അടുപ്പമുണ്ടായിരുന്നല്ലോ. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി താമസമുണ്ട്. അതിലൊരു പെൺകുട്ടിയെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബാക്കിൽ വരുമോ. അവർ ബസ് കയറുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളില്ലേ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നായിരുന്നു. അപ്പോൾ അതുവരെ സൈക്കിൾ വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തതിൻ്റെ പുറകെ പോയി കൈയും അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഈ ബസ്സിൽ ഇവരെ കയറ്റി വിടാൻ ബസ്സിൻ്റെ ബാക്കിലൊക്കെ പോയി. അവിടെ ചെന്ന് ഇവർ നടന്നാണ് പോണത്. അവിടെ നിന്നാണ് ഇവർക്ക് ബസ് ശംഖുമുഖത്ത് സ്കൂളിലേക്ക്. അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോഴത്തേക്ക് ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നു. ഞാൻ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാലിലിടിച്ച്. അയാൾ ആ വേദന സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് എന്നെ ഉടുക്കൊക്കെ തീർത്തിട്ട് കവാല കുറ്റിക്ക് 2 അടി. അടിച്ചതും പറഞ്ഞതും ഞാൻ സഹിച്ച്. എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറാണ്. ഈ അടി കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ സൈക്കിളിൻ്റെ 2 ട്യൂബ് ഇറങ്ങി വിട്ടിട്ട് തിരുവനന്തപുരം ഭാഷയിലുള്ള തള്ളക്കി വിളികൾ മുഴുവൻ വിളിച്ച് ഇതെല്ലാം പെണ്ണുങ്ങൾ കേൾക്കുന്നത്. സൈക്കിളിന് 2 കാറ്റും തന്നുന്നുണ്ട്. ഞാൻ തിരിഞ്ഞപ്പോൾ ബാക്കിൽ വരുന്ന ബസ്സിൽ നിന്ന്